നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കനേഡിയൻ യാത്ര തുടരുകയാണ്. എൻ്റെ കൂടെ ഫെയർ ഫ്യൂച്ചറിൻ്റെ സാരഥി ഡോക്ടർ രാജുണ്ട്. ഞങ്ങൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് ഒരു വമ്പൻ സ്ഥലത്താണ്. വമ്പൻ സ്ഥലം എന്ന് വെച്ചാൽ കാനഡയുടെ കാര്യത്തിൽ ഏറ്റവും അധികം ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് പഠിക്കുന്ന കോളേജിലാണ്. കൊണസ്റ്റോഗ എന്നാണ് ഈ കോളേജിൻ്റെ പേര്. കൊണസ്റ്റോഗയുടെ ഡൂൺ ക്യാമ്പസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കണ്ട ഇതിൻ്റെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഭാനുണ്ട്. ഭാനു പറയായിരുന്നു 19 വർഷം മുമ്പ് ഭാനുവിടെ വരുമ്പോൾ ആകെ 69 ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് ഉണ്ടായിരുന്നത് ഇവിടെ പഠിക്കാൻ. ഇപ്പോൾ 32,000 ഉണ്ട്. അത്രയും വലിയ ഒരു ഗംഭീര കോളേജാണിത്. അപ്പോൾ ഫെയർ ഫീസ് ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ 3-4 ഏജൻസികൾക്ക് ഇവിടുത്തെ കുട്ടികളെ വിടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഫെയർ ഫ്യൂച്ചറിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ വിടുന്ന ഒരു ക്യാമ്പസ് തന്നെയായിരിക്കും അല്ലേ? ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്ന വൺ ഓഫ് ദ ക്യാമ്പസസിൽ ഒന്നാണ് ഇത്. ഞങ്ങൾ സത്യത്തിൽ ഇവിടെ വന്നത് ഇവിടുത്തെ മൊത്തത്തിൽ കോഴ്സുകളെ പറ്റിയൊന്ന് പറയാനാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് നമ്മളെ നാട്ടിലെ കുട്ടികൾക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു കാര്യത്തെപ്പറ്റി കേട്ടത്. അതായത് നേഴ്സിംഗ് പ്രത്യേകിച്ച് ലോകത്ത് എവിടെ പോയാലും മലയാളി കുട്ടികളുടെ ഒരു കുത്തകയാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ടൊറൻറ്റോ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം 40,000-ലധികം നേഴ്സുമാരെയാണ് ഉടനെ ആവശ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നേഴ്സിംഗ് കോഴ്സുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ കോളേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ 2,500-ഓളം സീറ്റുകളുണ്ട് നേഴ്സിങ്ങിന്. ഇവിടുത്തെ ഒരു കോഴ്സ്, അതിനെപ്പറ്റി ഞാൻ ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടുത്തെ നേഴ്സിങ്ങിൻ്റെ ഒരു കോഴ്സ് പഠിച്ചാൽ ഇവിടെ ജോലി കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെപ്പറ്റി കാര്യമായിട്ട് സംസാരിക്കാൻ നമ്മുടെ കൂടെ ഇവിടെ ഇപ്പോൾ നേഴ്സിങ്ങിൻ്റെ സൂപ്രണ്ടെന്ന് വിളിക്കാവുന്ന ഒരു യുവതി വരുന്നുണ്ട്. അതിന് മുമ്പ് ഞാൻ രാജനോടൊന്ന് ചോദിക്കട്ടെ. രാജ, അപ്പോൾ ഈ ഇത്രയും വ്യാപകമായി ഇവിടെ ഇങ്ങനെ ഒരു നേഴ്സുമാരുടെ ആവശ്യമുണ്ടെന്ന് ഫെയർ ഫ്യൂച്ചർ മനസ്സിലാക്കിയിരുന്നോ? റീസെൻ്റ്ലി അവർ കൊനസ്റ്റോഗ കോളേജ് ഞങ്ങൾ ഇത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 40,000-ലധികം നേഴ്സിംഗ് ഓപ്പർച്യൂണിറ്റീസാണ് ഇവിടെ വരുന്നത്. കാരണം അത്രമാത്രം ഷോർട്ടേജാണ് നേഴ്സസിന് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് BSc നേഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ കുറച്ച് നേഴ്സിംഗ് എക്സാമിനേഷൻസും കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് അവർക്ക് ഈ ഇന്റർവ്യൂവിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ അതിന് തയ്യാറെടുപ്പ് കിട്ടുന്ന തരത്തിലുള്ള സിലബസ് കൊണ്ടുവന്നിട്ടുള്ള തരത്തിലുള്ള പ്രോഗ്രാംസാണ്, 2 കോഴ്സുകളാണ് ഇപ്പം അതിനായിട്ട് ഇവിടെ കൊനസ്റ്റോഗ കോളേജ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മറ്റ് കോളേജുകളിൽ നേഴ്സിംഗ് പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷേ ആ കോളേജുകളിലെ കോഴ്സുകളൊന്നും തന്നെ ഈ നേഴ്സിംഗ് ജോബിലേക്ക് അവരെ തയ്യാറാക്കുന്നില്ല. നേഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ ടൈപ്പ് ഓഫ് ജോബ്സിലേക്ക് മാത്രമേ പറ്റുകയുള്ളൂ. ഒരു ശരിക്കുള്ളൊരു നേഴ്സായിട്ട് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു വാർഡിലാണെങ്കിലും ഒരു പേഷ്യൻറ്റിനോടൊപ്പോ ഡോക്ടേഴ്സിനോടൊപ്പോ വർക്ക് ചെയ്യുന്നതിന് തരത്തിലുള്ള ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എക്സാം എഴുതി പാസ്സാവണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സും സിലബസുമാണ് കൊനസ്റ്റോഗ കോളേജ് ഇപ്പോൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനകത്ത് ഏകദേശം 2,500-ഓളം സീറ്റ്സാണുള്ളത്. കൂടുതൽ സീറ്റ്സും ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനായിട്ട് അവർ മാറ്റി വെച്ചിട്ടുണ്ട്. പ്ലസ് സ്കോളർഷിപ്പും ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള നേഴ്സസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കനേഡിയൻ നേഴ്സായിട്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ മനസ്സിലുള്ളതെങ്കിൽ കൊനസ്റ്റോഗ കോളേജ് ഈസ് ദ നമ്പർ 1 ക്യാമ്പസ്. എത്ര കാലത്തെ കോഴ്സാണ്? 2-year പ്രോഗ്രാം. അതെ. അപ്പോൾ നമ്മുടെ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ടാണോ അതിന് ചേരേണ്ടത്? അതെ, BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് വന്ന് ചെയ്യേണ്ട പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനും അതിൻ്റെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അഡ്മിഷൻ റിക്വയർമെൻറ്റ്, ആ കോഴ്സ് പഠിച്ചാൽ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് തന്നെ ഇപ്പോൾ നമ്മളോടുകൂടി ജോയിൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഏതാണ്ട് ഒരു $15 million ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ നഴ്സിംഗ് ലാബിന് വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കാൻ വരുന്ന നഴ്സസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡയറക്റ്റ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്ന തരത്തിലുള്ള ഒരു കരിക്കുലത്തിൽ കൂടി അവർക്കത് ചെയ്യാനും പറ്റുന്നുള്ളതും മറ്റൊരു കോളേജുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു ഫെസിലിറ്റി ആയിട്ട് നമുക്കതിനെ എടുത്തു പറയാനായിട്ട് പറ്റും. ഇപ്പം ഞാനിപ്പോൾ ഇവിടുത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭാനുവിനോട് പറഞ്ഞു, നിങ്ങൾ ഒത്തിരി പൈസ ഉണ്ടാക്കുന്നുണ്ടല്ലോ, 32,000 സ്റ്റുഡൻസ് ഒക്കെ പഠിക്കുമ്പോൾ എന്ത് പൈസയാണെന്ന് പുള്ളി പറഞ്ഞത്. പൈസ കിട്ടുന്നതല്ല, ഇതുപോലെ ലാബുകൾക്കും വേണ്ടി മറ്റും ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലാതെ അത് കൂട്ടി വെച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി ഇല്ല എന്ന് പറഞ്ഞു. എത്ര ക്യാമ്പസ് ഉണ്ട് ഇവർക്ക് കൊണസ്റ്റോഗ? ഇവർക്ക് 3 ക്യാമ്പസ് ഉണ്ട്. അതോടൊപ്പം ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മളുടെ ഇന്ത്യൻ ഹൈ കമ്മീഷണർ കഴിഞ്ഞ ദിവസം കൊനസ്റ്റോഗ കോളേജിൽ വന്നിരുന്നു. അവർ നേരിട്ട് ഈ കൊനസ്റ്റോഗ കോളേജിൻ്റെ ഈ ലാബിൻ്റെ ഫെസിലിറ്റീസും മറ്റും കണ്ടിട്ട് അവർക്ക് അത് വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും ശരിക്കും ഇതിനെ സർട്ടിഫൈ ചെയ്യുന്ന ഒരു അഡീഷണൽ എലമെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ നമുക്കിപ്പോൾ 2 വർഷം ഇത് പഠിക്കണമെങ്കിൽ ഏകദേശം എന്ത് ചിലവൊക്കെ വരും? ഇവിടുത്തെ ട്യൂഷൻ ഫീസ് കമ്പാരിറ്റീവ്ലി മറ്റ് കോളേജുകളെ പോലെ തന്നെയാണ്. ഗവൺമെൻറ് കോളേജാണിതും. ഒരു വർഷം ഏകദേശം ഒരു 11 lakhs-നടുത്താണ് ട്യൂഷൻ ഫീസ് വരുന്നത്. ഫസ്റ്റ് ഇയറിലെ ഫീസ് ഒരുമിച്ച് അടയ്ക്കണം. സെക്കൻഡ് ഇയറിലെ ഫീസ് 11 lakhs 2 പാർട്ടായിട്ട് അടയ്ക്കാം. അതിന് വേണമെങ്കിൽ സ്കോളർഷിപ്പിനുള്ള സാധ്യതയുണ്ട്. ഇൻക്ലൂഡിങ് അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ ടോട്ടൽ ട്യൂഷൻ ഫീസിനകത്ത് നിന്ന് അതിൻ്റെ കുറവ് കിട്ടും. അപ്പോൾ ഇനി ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്ന ഏത് മാസത്തെ എപ്പോൾ തുടങ്ങുന്ന കോഴ്സിനാണ്? BSc നഴ്സിംഗ് ഓൾറെഡി കഴിഞ്ഞ IELTS ഉള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വരുന്ന 2024 മെയ്യിലേക്കുള്ള ആപ്ലിക്കേഷൻ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർക്ക് ഓഫർ ലെറ്റർ കിട്ടിയാൽ നമുക്ക് വിസ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. ഇനി ഇൻ കേസ് പൊതുവേ BSc നഴ്സിംഗ് കഴിഞ്ഞ സ്റ്റുഡൻസ് അവർ ഫാമിലി ഉള്ളവരാണെങ്കിൽ ഹസ്ബൻഡിനും കുട്ടികൾക്കും കൂടെ ഉള്ള വിസ ആപ്ലിക്കേഷനോടെ ഫയൽ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ച് മെയിലേക്ക് വരാൻ തന്നെ സാധിക്കും. ഇനി ഇൻ കേസ് മെയിൽ വരാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇപ്പോൾ ഫൈനൽ ഇയർ BSc നഴ്സിംഗിൻ്റെ എക്സാമിലേക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് എക്സാം കഴിഞ്ഞിട്ട്
റിസൾട്ട് വന്നിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് വരാനാണെങ്കിൽ സെപ്റ്റംബർ 2024 വരാം. അപ്പോൾ അതിനുള്ളിൽ അവർ IELTS കൂടെ എടുത്താൽ മതി. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആദ്യം പറയാനുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾ കണ്ടു തന്നെ തീരുമാനിക്കാം. നമ്മളിനി പോകാൻ പോകുന്ന ഇവിടുത്തെ നേഴ്സിങ്ങിൻ്റെ പ്രത്യേക ഒരു ബിൽഡിംഗ്, ഒരു വലിയ ബിൽഡിംഗ് തന്നെ അതിന് വേണ്ടിയുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാനും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി നമ്മുടെ യുവതി വരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊണസ്റ്റാഗയുടെ നേഴ്സിംഗ് സ്കൂളിലാണ്. അതിൻ്റെ പേര് എഴുതിയിരിക്കുന്നത് കോവാൻ ഹെൽത്ത് സയൻസസ് സെൻറ്റർ എന്നാണ്. അതിൻ്റെ ഷീ ഈസ് ഹെഡിങ് this thing, right? Yes. Yeah. So welcome to our Cowan Health Sciences Center here at Conestoga College. We're thrilled to have you join us today. We're going to take a look around our nursing labs and see some of the cool mannequins and simulation equipment that we have. So this is our agora where students come and they meet and talk with each other. It doesn't matter if you're a PSW, nurse, or paramedic. Everyone comes here to meet and chat. Okay. So we're going to go into our state-of-the-art labs next and take a look around. Go Center for Simulation Learning. Yeah, go on in. Oh. All right, so we're set up here because we're doing a big test on Monday. Oh. But you can see that we have mannequins set up. These mannequins actually talk. Oh. They'll breathe, their chest will rise, they'll blink. Right now he's turned off, but you can do whatever you need to. Take a blood pressure, we hang blood, fluids, IVs. So really exciting stuff here. The mannequin in the next room actually gives birth. Oh, really? So Yeah. these mannequins, the professors can program them, and depending upon what's going on around that time, the students would be here and they can make the blood pressure go up, down, breathing heavy. They will talk, so the nurse would come and say, "How are you feeling today?" All the mannequins have names, so they call them by name, and the person would respond. And somebody is behind these glass window, and they would actually be talking, and they respond just like a patient in the hospital does. So we try to make it as real as possible, so that when the students are out there in hospitals and unfortunately something bad happens, they don't panic. They've already experienced something. Okay. So we try and make it like a safe spot here. So if we watch behind the windows that a student's actually making a mistake, they might be giving the wrong medication, we let them. So that they see what happens if they give the wrong medication here, so that they don't do that when they go out to the practice. ജീവനുള്ള പോലെ തന്നെയാണ് കാര്യം. ജീവനില്ലാത്തതാണെങ്കിലും ഈവൻ കണ്ടല്ലോ ബ്ലഡ് വരെ കൊടുത്താണ് കിടത്തിയിരിക്കുന്നത്. ഇതിപ്പം ഓഫ് ചെയ്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇദ്ദേഹത്തെ, അല്ലെങ്കിൽ ഇദ്ദേഹം സാധാരണ ഒരു മനുഷ്യനെ പോലെ തന്നെ എല്ലാ തരത്തിലും കണ്ണ് ചിമ്മുക പോലും ചെയ്യുമെന്നാണ് പറഞ്ഞത്. We can go into the next room behind you here. So how many seats you have here, for the nursing students? So for the Enhanced Practice for Internationally Educated Nursing Program, we have 80 seats here at Doon, 40 in Brantford, 40 in Guelph, and 40 in Milton, starting May. So this is Lucina, and she actually gives birth to a baby. So we can set it up for the students to see. We have like baby mannequins as well that will pop out. Again, she'll breathe, she'll speak, her eyes will blink. So very realistic. Pregnant, there's a baby inside. And you're right, it's set up just like a hospital, so you can see like medical gas, everything here. So really it feels like you are in a hospital at all times, or you're in a long-term care home, whatever we're trying to really practice. We're really privileged here, I always say as a nurse, to sit here and be with someone when they take their first breaths, like a baby being born, and when the people take their last breaths. So we try and simulate from birth to death, all of those experiences. Okay. Awesome. We'll slip out and we'll go in to see one of our really exciting mannequins. So it's quiet in here right now because it's exam week. So most of our students are getting ready for holidays. Okay. Yeah. അതെ, നമ്മൾ ക്രിസ്മസിന് തൊട്ട് മുമ്പ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ മിക്കവാറൊക്കെ എല്ലായിടത്തും ക്ലാസ് കഴിയുന്നു, അങ്ങനെയൊക്കെയുള്ള ഹോളിഡേ മൂഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. So the next place we're going to go is our immersive sim suite, and we'll see one of our most realistic mannequins, Carl. So Carl is made out of like a life cast of someone, like a real person. So take a look at him, and you'll see, yes, come on in. So this is Carl. He's one of our most realistic. You can touch him. He's got real hair on his chest, real beard. You can take a look at his eyes here. He's got eyes in there. And so you can feel him. You can hold his hands. He's got veins. Very realistic. Yes. Yeah. We have an older woman as well, so we can actually intubate him. You can see if I squeeze the bag here.
Very real, yes. Because we want them to really be immersed in the scenario, right? And actually feel like it's real. It's different from when I went to nursing school. Everybody looked plastic and fake, right? Now, we can't leave him in the hall because people get scared. You know, so because he sometimes is on the floor. What we do in this room is, if it was in session right now, we would broadcast a picture on all of the walls, like a car crash, or set up like a scene like where an accident has happened, and you'd find Carl on the floor, and then you might have to revive him or make sure he gets the care he needs. So yeah, very realistic. You can see everything, even his belly button and his feet. Everything about. Oh, even he's wearing an underwear. Yeah. Yeah. The veins and everything. No, veins. No, see the Yeah. veins. Real, right? So, Yeah, you can feel his, and even the nails, right? yeah. Great. Great. So we've made a huge investment, I would say, into equipment here. And this is what our students get exposed to, and once they are out in the real world, they are able to handle situations in much better way as compared to some of the others. You know, that's the main difference here. And after that, they will get experience in the real hospitals too. So that's one of the things which we were talking earlier in my office, that where Conestoga's enhanced nursing program differs from most other programs, including one of them at Conestoga, is that we have 400 hours of clinical placement. So during the program, they have to, it's mandatory, during the program they go outside in the industry, in the hospitals, etc., and they work there for 400 hours during the program. So that also gives them both. So this is a simulation, but once they go there, they get that kind of exposure as well. Our graduates are in high demand. So we have all the big hospitals calling us saying, do you have any graduates? You know, we're looking for nurses, because they know that the grads coming from our program are really experienced and hands-on. So at Conestoga, we're really focused on that applied learning, hands-on in the lab, hands-on in the hospital, in the long-term care, so that they're experienced. And also, as you know, that there's a huge shortage of nurses in Canada, and because of those phone calls, what we did, we invested a lot of money into our labs, expanded our capacity, and now starting from May, we almost doubled our capacity into our nursing programs to help the shortage in Canada. Yeah. അപ്പോൾ രണ്ട് തരത്തിലും, അതായത് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ സിമുലേറ്റേഴ്സും ഉണ്ട്, അതായത് ഈ കിടക്കുന്ന ചേട്ടനപ്പുറമുള്ളവരും, കൂടാതെ ഹോസ്പിറ്റലിലും വെളിയിൽ പോയിട്ടും അവിടെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. Anyway, great job. Thank you. Thank you. What's his name? Carl. Yeah, they're all named. See you, bye. So if you look around, we have more nursing labs set up. This is our open access, where students can come and book and practice at any time, which is really exciting. And you'll notice it's set up like a hospital lab, so that it really feels like they're in that hospital. Okay, we'll go down into our nursing wing. Okay. When you walk in, you'll notice it looks like it's set up like a hospital with a nursing station and a nursing desk. Okay. So to the right, you can see our nursing station or nursing desk, just like if you were walking into a hospital wing. And then on either side, you'll start to see our nursing labs. So we'll just see here if we can pop in. This would be just like a real hospital. So once you go in the real hospital, in the emergency ward, you will see a triage and everything. So this is exactly where it happens. Students would come, they'll register. So everybody, like we have a health office administration program, we have a paramedic program, we have nursing program, practical nursing program, fitness and health promotion. So all of them use these facilities because those people would be associated with hospitals and clinics and other healthcare facilities in Canada. So it's a training facility for almost every student in healthcare at Conestoga College. So a lot more hospital beds, of course, set up. So we have around, what, Michelle, 48 bed facilities? Oh, probably more than that by now, I think. It's one of the Yeah. highest in Canada, again. The labs we have, and all these are real. They can be programmed, they will act like humans. These ones here, I think they do more blood pressures and pulses. They don't look quite as real as Carl, but still do a lot of exciting things. So we do have small babies to pediatrics, to children, to young adults, to older adults. So normally if we weren't in exams, you'd see these rooms filled with students, PSWs, nurses, paramedics. And then our last room here is really set up to be like a nursing home.
So when we were downstairs, we looked at, where the babies are born. Now we're kind of here at the other end of the spectrum where people, maybe can't live at home anymore and need more support. So we have the kitchen set up, but also the long-term care or nursing home in here. So in here, we might actually have the students exposed to someone, passing away or dying, right? So that they can go through all of those emotions and learn here, and we can debrief with them. So the first time that they experience death is not when they're out there in the hospital for the very first time. And the whole thing becomes so realistic that you actually feel that vibe in the room. And we have seen students coming out with goosebumps, tears in their eyes. They experience that because the environment becomes like that, right? The whole vibe becomes either they're celebrating downstairs when the baby is born, or they're mourning here when and that makes them tough, right? How to handle patients and etc. When we walk out from here, you will see how our classrooms are set up. We also focus on the subconscious mind. So instead of saying class A, B or whatever, it says active learning, right? So it just keeps on registering in them that this is where you are hands-on and actively learning about stuff. So that makes an impact on them. Then we have a staff room here where students sit and talk and they have their lunch, etc. It is an exact replica of a staff room in hospitals for nurses. So they're exposed to so much real life stuff here in the health wing at Conestoga that once they're out there, everything else is pretty much the same what they have experienced here with us. And what's the duration of the course? So the program is 16 months. 16. Yeah. It's a 2-year program, but we run it over 16 months, so people can get out there working and faster. Yeah. But we have many programs, like from a health point of view. So we have a 1-year certificate in personal support worker. Again, huge in-demand program. We have a lot of Keralites studying in that program. Then we have a 2-year practical nursing program diploma. In India, we call it GNM. In India, it is 3 years. Here, it is 2 years. Then we have a 4-year bachelor's degree in nursing. Then we have a 1-year postgraduate program in nursing leadership. And then we have a 2-year postgraduate program in enhanced nursing program, which again in Kerala is superbly popular. And that's the program which leads you to practice as a nurse in Canada, provided you clear the NCLEX. And that's the one I was mentioning earlier, that CNO has told us, and we have seen that that program satisfies both the academic and the clinical requirements to practice as a nurse in Canada. Very, very strong program. I think what's really special about our program too is that our faculty are out there working. So our faculty are often working in the emergency room on the weekend or in obstetrics, but then they come in here. So we know that our faculty are actually experts in the field coming to teach our students. So it's not just the book, it is also what they're experiencing out there, so they're able to take it slightly beyond the classroom boundaries. They can share and say, this happened to us last week, and really the students can learn in real time what's happening out there in the industry, which I think puts them above kind of, some of our other programs we know about. And Conestoga's program has one of the highest rates, right? Yeah. So what our research have told us that Conestoga has one of the highest as a ratio of NCLEX clearing from international in Canada. Yeah, so our students are very, very successful. And then as Michelle mentioned earlier, that a lot of hospitals, local clinics and nursing homes, they approach her asking for graduates from our nursing programs and our PSW program. Very, very popular. It's very competitive as well, very difficult to get into those programs, right? But once the students are in, it's a very good journey for them. So one of our graduates came from India, Jodis, in 2011 or 12, one of the very first cohorts of students, and she got a job here in the intensive care unit at Grand River Hospital down the road, and now she's actually teaching in our program full time. So she had taught in India nursing, and then came here to Canada and kind of came full circle again, but still every weekend goes in and works, often on most weekends into the intensive care unit. So really is a great role model, I would say, for students coming into the program. One of the stories I share when we are doing a webinar about nursing around the world. So I had a family member which was admitted in the hospital in July for a couple of weeks. So I was there for 14 days. Every second or third person walking in our room was a Conestoga graduate, either from a social service program, PSW program, and tons of them were nurses. I would say almost all except one or two I met who were from a different place. All of them were
a Conestoga graduate, either a recent graduate or 4 or 5 years ago they graduated from one of our nursing programs. So there are tons of jobs for them. 24,000 nurses are needed right now as we speak in Ontario alone. Yes. Yeah, so there's a huge need. Our grads are going right into intensive care, emergency. We have one of our graduates is actually running their own nursing agency and supplying nurses to the hospital and long-term care homes. We have another graduate running a long-term care home with hundreds of residents. So we've got some amazing success stories for sure. Yeah. You see, like active learning labs. So it just creates that mental setup for students so that it's not just a classroom, 4 walls I'm going in, it's an active learning lab. So it just creates that in them, yeah. So we have these new labs at our other 3 campuses as well. So in Guelph, that will open in January, as well as Brantford, brand new labs going in there, as well as Milton for May 2024. And we're really excited about Milton because it's right outside Toronto. So we think it'll be a huge draw for international students coming. And any campus we choose for our new cohort, Michelle and her team first goes in the community and sees we have enough placements. So it's not like if we have it in Brantford, now we are busing the students here to Kitchener. No, her team has already found tons of placement in Brantford and close by areas so that the students, where they're living, where they're studying, that's where they're working. And students don't have to find their own placements, which is a big difference between our institution and others. We find them for them. Yeah. So they don't have to go out. We have already in place all the placement for them. So this was our nursing area. We just wanted to focus on that. We are here at Conestoga College with Mr. Baiju, Mr. Vignesh and Mr. Raj, who has been one of our most ethical, oldest and most successful partner from Kerala in India. At Conestoga College, we offer over 260 programs for our international students, but today the focus was nursing. We have seen a huge need for nurses in Canada, and a huge nurses are coming from Kerala to study in Canada and around the world. So we just thought of this as an amazing opportunity to take this message out to you all and to showcase our nursing facility and our programs in nursing. Thank you very much for joining us, and I hope to see your students come and join Conestoga. Thank you. സത്യത്തിൽ ഞാൻ രാജിൻ്റെയും അതുപോലെ വിഘ്നേഷിൻ്റെ കൂടെ ഇവിടെ വന്നപ്പോൾ കോളേജൊക്കെ ഒന്ന് കാണുക എന്നൊരു ഉദ്ദേശം മാത്രമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് സത്യത്തിൽ ഇന്നിപ്പോൾ ഈ കൊണസ്റ്റാഗയിൽ വന്നിട്ട് ഇവിടുത്തെ നേഴ്സിംഗ് കോഴ്സുകളെ പറ്റി കേട്ടപ്പോൾ ഞാൻ തന്നെ ഇവരോട് പറഞ്ഞു ഇതാണ് നമുക്ക് ശരി ഹൈലൈറ്റ് ചെയ്യേണ്ടത്. കാരണം നമ്മൾ ലോകത്തിൽ എവിടെ പോയാലും മലയാളി നേഴ്സുമാരാണ് നമ്മുടെ ഏത് ഹോസ്പിറ്റലിൽ ലോകത്തിലെവിടെ പോയാലും മുൻനിരയിൽ നിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ 40,000-ലധികം സാധ്യതകൾ, 40,000-ലധികം നേഴ്സുമാരുടെ കുറവുണ്ട് ഇപ്പോൾ ഈ ഒരു ചെറിയ ഒരു പ്രൊവിൻസിൽ മാത്രം. ആ രീതിയിലാണ് ഇവിടുത്തെ നേഴ്സുമാരുടെ സാധ്യത നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഗൾഫിലേക്കോ അല്ലെങ്കിൽ യൂറോപ്പിലേക്കോ മാത്രമല്ല നിങ്ങൾക്ക് നേഴ്സുമാർക്ക് പോകാവുന്നത്. BSc നഴ്സിംഗ് കഴിഞ്ഞാൽ ഇവിടെ പല കോഴ്സുകൾ ഇപ്പോൾ ഇവർ രണ്ടുപേരും നമുക്ക് പറഞ്ഞു തന്നല്ലോ, അതിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാമെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അതെ, കാരണം വെച്ചാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് കോഴ്സുകൾക്ക് പോകുന്നു. പക്ഷേ അവർ സ്കാറ്റേഡ് ആയിട്ടാണ് പല രാജ്യങ്ങളിലേക്കായിട്ട് പോകുന്നത്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാനഡ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഇമിഗ്രേഷൻ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ്. രണ്ടാമതായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് ഈ ഒൻറ്റാറിയോയിൽ നഴ്സിംഗ് ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടും കൂടിയാണ് കൊനസ്റ്റോഗ കോളേജ് ഇത്രമാത്രം ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഒരു സെക്ടറിൽ കൊണ്ടുവരിക. ഇപ്പം ലാബൊക്കെ കണ്ടിരുന്നല്ലോ. അപ്പോൾ ഏതാണ്ട് 40,000-ഓളം നേഴ്സസിൻ്റെ റിക്വയർമെൻറ്റാണ്, ഷോർട്ടേജാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് BSc നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നവർക്ക് അവർക്ക് എത്ര വർഷത്തെ പ്രായക്കൂടുതലുണ്ടെങ്കിൽ പോലും വിത്ത് ഫാമിലിയോടുകൂടി അവർക്ക് ഇവിടെ വരാം. ഇവിടെ വന്ന് ഈ കോഴ്സ് കഴിഞ്ഞാൽ അവർക്ക് NCLEX എക്സാം എഴുതി അതിനുശേഷം അവർക്ക് ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഇപ്പോൾ ഇവിടെയുണ്ട്. അത് കേരളത്തിൽ നേഴ്സസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവസരമായിട്ട് അവരിങ്ങനെ കണ്ടുകൊണ്ട് എടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഇൻക്ലൂഡിങ് സ്കോളർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഫെയർ ഫ്യൂച്ചർ നേരത്തെ ഇദ്ദേഹം പറഞ്ഞായിരുന്നു, ഫെയർ ഫ്യൂച്ചർ കഴിഞ്ഞ് 20 വർഷമായിട്ട് ഇവിടേക്ക് സ്റ്റുഡൻസിനെ അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. പക്ഷേ അവരിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറയുന്നതും ഈ നേഴ്സസ് റിക്വയർമെൻറ്റ്, കാരണം കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ കോളേജാണ്. അത് ഇവിടുത്തെ കനേഡിയൻ ഗവൺമെൻറ്റിൻ്റെ ആവശ്യം കൂടിയാണ് വരിക എന്നുള്ളത്. അതെ, ആവശ്യം കൂടിയാണ്. അപ്പോൾ ആ ഒരു പ്രോത്സാഹനം തീർച്ചയായിട്ടും പഠിക്കാൻ വരുമ്പോൾ കിട്ടുകയും ചെയ്യും. മാത്രമല്ല അവർക്ക് വിത്ത് ഫാമിലിയോട് കൂടി വരാം. അവർ വരുന്ന സമയത്ത് അവർക്ക് നഴ്സിംഗ് കോഴ്സ് ചെയ്യുന്ന ആൾക്ക് അവർക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ അവർക്ക് കോഴ്സിന് ശേഷമുള്ള പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് ഈ കോളേജിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അവരുടെ സ്പൗസിനെ വരികയാണെങ്കിൽ സ്പൗസിന് ഇവിടെ ഫുൾ ടൈം വർക്ക് ചെയ്യാം. കുട്ടികളെ കൊണ്ടുവരികയാണെങ്കിൽ കുട്ടികൾക്ക് ഗ്രേഡ് 12 വരെ ഫ്രീ എഡ്യൂക്കേഷൻ, ഒരുപാട് ഫെസിലിറ്റീസ് അവർ നമുക്ക് വേണ്ടി തരുന്നുണ്ട്. അപ്പോൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി കേരളത്തിലെ നേഴ്സസ് ഇതിൻ്റെ ഉപയോഗങ്ങൾ, ഇതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് അത് പരമാവധി ഉപയോഗിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൽ കൂടിയും ഞങ്ങൾക്കും ചാനലൊരു
റെസ്പോൺസിബിലിറ്റി ആയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വളരെ എളുപ്പമായ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു, കാരണം എല്ലാം കാണിച്ചു കഴിഞ്ഞു, എന്തൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെ കണ്ടത് കൂടാതെ വെളിയിൽ ഹോസ്പിറ്റൽസിൽ 400 hours അല്ലേ ഇവർക്ക് എക്സ്പീരിയൻസ് അല്ലാതെയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇവരൊക്കെ ഫെയർ ഫ്യൂച്ചറിൻ്റെ ഓഫീസിലേക്ക് വിളിക്കുക, അല്ലെങ്കിൽ ചെല്ലുക. അതിൻ്റെ നമ്പേഴ്സൊക്കെ നമ്മൾ കൊടുക്കാം. അപ്പം നേരത്തെ രാജു പറഞ്ഞ പോലെ ഇപ്പോൾ പാസ്സായിരിക്കുന്ന നഴ്സുമാർക്ക് മെയ്യിലേക്കുള്ള ഇൻടേക്കിൽ അപേക്ഷിക്കാം, അല്ലെങ്കിൽ സെപ്റ്റംബറിലേക്ക്, ഇപ്പോൾ എക്സാം എഴുതാൻ പോകുന്നവർക്ക് സെപ്റ്റംബറിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല, നമുക്ക് കുറച്ച് കുട്ടികളെ കാണാനുണ്ട്. അതായത് ഫെയർ ഫ്യൂച്ചർ വഴി വന്ന കുറച്ച് കുട്ടികൾ ഇപ്പോൾ അവിടെയൊക്കെ വെച്ച് നമ്മൾ കണ്ടു. നമ്മൾ പറഞ്ഞു നിൽക്ക്, നിങ്ങളൊന്ന് ചോദിക്കാനുണ്ട്, എങ്ങനെയുണ്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് ജീവിതം എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി ഒന്ന് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അവരെ കൂടെ കണ്ടിട്ട് അവസാനിപ്പിക്കാം അല്ലേ? ഓക്കെ, ശരി, താങ്ക് യു. അപ്പോൾ ഈ കൊണസ്റ്റോഗയിൽ നമ്മൾ ധാരാളം മലയാളി കുട്ടികളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കൊയിലാണ്ടിക്കാരനെ ഞാനൊന്ന് പിടിച്ചു നിർത്തിയ കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് വെച്ച്. പേരെന്താണ്? പേര് നിർമ്മൽ. എത്ര കാലം വന്നിട്ട്? ഞാൻ വന്നിട്ട് ഇപ്പോൾ 1 വർഷമാകുന്നു. ഫെയർ ഫ്യൂച്ചർ വഴിയാണ് വന്നത്? അതെ അതെ. ഒരു വർഷമായി. അപ്പോൾ കോഴ്സ് കഴിയേണ്ട സമയമായി? കോഴ്സ് കഴിഞ്ഞു, ഇന്നത്തോടെ കഴിഞ്ഞു. ഏത് കോഴ്സായിരുന്നു? ഞാൻ ഗ്ലോബൽ ബിസിനസ് മാനേജ്മെന്റ് ആയിരുന്നു. ഇനിയിപ്പം 4 months ബ്രേക്കാണ്. അത് കഴിഞ്ഞ് വേറെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് എടുക്കാനാണ് പ്ലാൻ. ശരി. അതെന്താ അങ്ങനെ രണ്ടാമതൊരെണ്ണം കൂടി? അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 3 years വർക്ക് പെർമിറ്റ് കിട്ടും. അപ്പം പിന്നെ നമുക്ക് കുറച്ചുകൂടെ ജോബ് ഓപ്പർച്യൂണിറ്റീസും അതേ കാര്യങ്ങളൊക്കെ നോക്കാൻ കുറച്ചുകൂടെ സുഖമാണ്. 3 വർഷത്തെ ടൈമിനുള്ളിൽ ഇപ്പം സെറ്റിൽ ആവാനായാലും ഏത് കാര്യങ്ങളായാലും അത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നി. അങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു കൊണസ്റ്റോഗയിലെ എക്സ്പീരിയൻസ്? കൊണസ്റ്റോഗയിലെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഞാൻ ഫെയർ ഫ്യൂച്ചർ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കിരൺ, പുള്ളി ഇവിടെ 2018 വന്നതാണ്. അപ്പം കിരൺ എന്നോട് ഫെയർ ഫ്യൂച്ചർ വഴി വന്നാൽ മതി, നല്ല സർവീസാന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ നേരെ കിരൺ പറഞ്ഞപ്പം നേരെ ഫെയർ ഫ്യൂച്ചറായിട്ട് സമീപിച്ചപ്പം അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇങ്ങനെയൊക്കെയാണ്, ഈ കോഴ്സാണ്, ഇതായിരിക്കും എൻ്റെ ഒരു പാഷനും ഞാൻ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇതുവഴി നോക്കിയാൽ മതി. പിന്നെ കൊണസ്റ്റോഗയിലെ സർവീസസ് കുറച്ച് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. എൻ്റെ അഡ്വൈസർ ആൻഡ്രൂ ആയിരുന്നു. പുള്ളി എല്ലാത്തിനും 24/7 ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു കുറച്ച് മുമ്പ്. അപ്പം നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ആയാലും രാത്രി 12 മണി 1 മണി ആയാലും ഏത് സമയത്ത് പുള്ളിനെ വിളിച്ചാലും പുള്ളി ആക്റ്റീവ് ആയിരുന്നു. അങ്ങനെ ഉപകാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴും കോളേജിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലേണിംഗ് ആണ്, നാട്ടിലത്തെ സിസ്റ്റമായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കുറേ കാര്യങ്ങളൊക്കെ. താമസമൊക്കെ എങ്ങനെയുണ്ട്? താമസം ഇപ്പം കുറച്ച് എക്സ്പെൻസ് ആയി തുടങ്ങിയിട്ടുണ്ട്. വന്ന സമയത്ത് ഇവിടെ ഒരുപാട് മലയാളികളുടെ ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. തണൽ എന്നൊക്കെ പറഞ്ഞ ഒരു ഗ്രൂപ്പിലൂടെ ഒരുപാട് പേരെ പരിചയപ്പെട്ടു. പിന്നെ അങ്ങനെ ഇവിടെ വന്നിട്ടാണ് ഞാൻ റൂം എടുത്തത്. ഫസ്റ്റ് ഒരു 5 days ഒരു ടെമ്പററി അക്കോമഡേഷൻ എടുത്തിട്ട് പിന്നെ വീടുകൾ നോക്കി അങ്ങനെ എടുത്തതാണ്. ഇപ്പോൾ സുഖമായിട്ട് താമസിക്കുന്നു? ഇപ്പം കുഴപ്പമൊന്നുമില്ല, റെന്റ് കുറച്ച് കൂടുതലാണെന്നുള്ള പ്രശ്നം. സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ എന്തായാലും. പിന്നെ ഇവിടെ വന്ന് പാർട്ട് ടൈം ഒക്കെ ചെയ്തോ? പാർട്ട് ടൈം കിട്ടാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം കുറച്ച് മെനക്കെട്ടു ടു ബി ഓണസ്റ്റ്. അത് ഒരുപാട് ഇൻഡീഡിലും ലിങ്ക്ഡിനിലും അതേപോലെ അപ്ലൈ ചെയ്തു. പിന്നെ നമുക്ക് ഇവിടെ കണക്ഷൻസ് ബിൽഡ് ചെയ്താണ് കുറച്ചുകൂടെ എളുപ്പം. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച് വന്നുകൊണ്ട് ഇത് തന്നെയാണ് പറഞ്ഞത്, നമുക്ക് കണക്ഷൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന്. ഇപ്പം ബൈജു ചേട്ടൻ ഇപ്പോൾ ഇവിടെ ഉള്ള ഒരാളാണെങ്കിലും ബൈജു ചേട്ടൻ റിലേറ്റീവ് ആരെങ്കിലും ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് ഇവിടെ വരുന്നുണ്ട്, പുള്ളിക്ക് ജോലി നോക്കണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് റെഫറൻസ് ആരുടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇവർക്ക് വിശ്വാസം കുറച്ചുകൂടെ കൂടുതലായിരിക്കും. മുറിക്കാതിരുന്നൊന്നും കിട്ടില്ല. ഇല്ല, കുറച്ച് മെനക്കെടണം. കുറച്ച് ഞാൻ സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞു 4 മാസം ഇനി ഇവിടെ നിൽക്കുന്നുണ്ട്, ആ സമയത്ത് ഒരു വണ്ടി വാങ്ങിക്കണം. ആ രീതിയിൽ കാശ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, മെനക്കെടുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. പിന്നെ സേവ് ചെയ്യണം, അടുത്ത വർഷം ഫീസൊക്കെ അടയ്ക്കണം. ഫീസ് സ്വന്തമായിട്ട് അടയ്ക്കാൻ തീരുമാനിച്ചു? അടയ്ക്കാനുള്ള പ്ലാൻ ഉണ്ട്. അതാണ് വേണ്ടത്. അതിപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പെടണം എന്തായാലും, പൈസ സേവ് ചെയ്യാനുള്ള ഒരു മനസ്സും പിന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്യാലും. പിന്നെ നമുക്ക് എപ്പോഴും ഞാൻ ഫസ്റ്റ് വന്ന സമയത്തൊക്കെ ഒരുപാട് അപ്ലൈ ചെയ്യുമ്പോൾ മെയിലൊക്കെ റിജക്ഷൻ ആയിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഡിമോട്ടിവേറ്റ് ആവാതെ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സക്സസ് ആവാൻ പറ്റും. അത് തന്നെയാണ് എല്ലാവരും പറയാനുള്ളത്. ഈ പറഞ്ഞാൽ ഞാൻ ഇന്നലെ തൊട്ടേ പറയുന്നതാണ്, നമ്മളുടെ വന്ന ഉടനെ എല്ലാം ഓക്കെ ആവുന്നൊന്നും വിചാരിക്കരുത്. കഷ്ടപ്പെട്ടാൽ യാതൊരു ഇപ്പോൾ അടുത്ത കോഴ്സിന് സ്വന്തമായിട്ട് ഫീസ് അടയ്ക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. കാണാം. താങ്ക് യു. അപ്പോൾ കൊണസ്റ്റോഗയുടെ മനോഹരമായ ക്യാമ്പസിൽ വെച്ച് ഒരാളെ കൂടെ പരിചയപ്പെട്ടു, മലയാളി. നമസ്കാരമാണ്. പേര്? അബി. എവിടെയാണ് സ്ഥലം? ഞാൻ പാലക്കാട്. ഏത് കോഴ്സ് അവിടെ പഠിക്കുന്നത്? ഞാൻ ഓട്ടോമേഷനാണ്. അപ്പോൾ വന്നിട്ടേ ഉള്ളൂ? അതെ, ഞാൻ സെപ്റ്റംബർ ഒരു സെം കഴിഞ്ഞു. ശരി. എങ്ങനെയുണ്ട് ജീവിതമൊക്കെ കാനഡയിൽ? കൊള്ളാം, നല്ലായിരുന്നു. ഫസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തായിരുന്നു. നമുക്ക് സാധനം വാങ്ങിക്കാനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒക്കെ നമ്മുടെ കംപ്ലീറ്റ് ഭയങ്കര ഡിഫറൻസ് ആണ് നാട്ടിൽ വെച്ചാൽ. അപ്പം അതിന് കുറേ പേര് ഹെൽപ്പ് ചെയ്തപ്പോഴൊക്കെ നല്ലതായിരുന്നു. ഇപ്പം ഓക്കെയാണ്. കോളേജ് എങ്ങനെയുണ്ട്? കോളേജ് അടിപൊളിയാണ്, നല്ല ക്യാമ്പസാണ്, നല്ല ലൈഫാണ് ഇവിടെ. താമസമൊക്കെ നല്ല സ്ഥലങ്ങളൊക്കെ കിട്ടി? താമസം അതെ, നല്ല സ്ഥലം തന്നെ കിട്ടും. നല്ലൊരു ഏരിയ ആയിരുന്നു കിട്ടിയത്. ബസ് സ്റ്റോപ്പും ആക്സസ് എല്ലാം അടുത്ത് തന്നെ ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. എല്ലാ ഗ്രോസറീസിനും എല്ലാം അടുത്തടുത്ത് എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. സ്വന്തമായിട്ട് കുക്ക് ചെയ്യണോ? അതെ, സ്വന്തം കുക്ക് ചെയ്യുന്നതാണ്. എത്ര പേര് ഒരുമിച്ചാണ് താമസം? ഞങ്ങളിപ്പോൾ 5 പേരാ. അതെ. എന്ത് പഠിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ഞാൻ മെക്കട്രോണിക്സ് ആയിരുന്നു. എവിടെ? കോയമ്പത്തൂരായിരുന്നു പഠിച്ചത്. RVS കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ 17 പാസ് ഔട്ട് ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് വർക്ക് ചെയ്തു. പിന്നെ നേരെ ഓട്ടോമേഷൻ അപ്ഗ്രേഡ് ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ ഇനി കാനഡയിൽ തന്നെ തുടരാനാണോ പരിപാടി? അതെ, ഇനി കുറച്ച് കാലം എന്തായാലും കാനഡയിൽ അങ്ങനെ നോക്കി എങ്ങനെ ലൈഫ് മുന്നോട്ട് എങ്ങനെ പോകുന്നു നോക്കണം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി എന്തെങ്കിലും ഇവിടെ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതോ ഇല്ല, എൻ്റെ 2 year കോഴ്സാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഇത് മതിയാവും. 2 year കോഴ്സ് +3 years സ്റ്റെപ്പ് മതിയാവും. അപ്പോൾ എല്ലാം ഹാപ്പി?
വളരെ ഹാപ്പി ആയ ഒരു യുവാവിനാണ് നമ്മൾ പരിചയപ്പെട്ടത് ഇപ്പോൾ കാനഡ വെച്ച്. എല്ലാവരും ഈ പറഞ്ഞ തുടക്കത്തിൽ വന്ന ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും മറ്റൊരു ലോകമാണ് അല്ലേ നമ്മുടെ മുന്നിൽ തുറന്നു വരുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എന്തായാലും ഇപ്പോൾ ചിരി കണ്ടാൽ അറിയാം ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല, സന്തോഷമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ എന്തായാലും താങ്ക്സ് ലോട്ട്. ഓക്കെ, ഇനി നമുക്ക് കൊണസ്റ്റോഗയിലെ ഒരു ഗുരുവായൂരുകാരിയെ പരിചയപ്പെടാം. നമസ്കാരം മോളെ, എന്താ പേര്? ആരതി. എത്ര കാലം വന്നിട്ട് ഇപ്പോൾ ഇവിടെ? ഞാൻ ഏപ്രിലിൽ വന്നത്. ഫെയർ ഫ്യൂച്ചർ വഴി ആണ് വന്നത്. ഫ്യൂച്ചർ വഴി വന്നത്. ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ അപ്ലൈ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു കോഴ്സാണ് പഠിക്കുന്നത്. അതിന് കൂടിയ സാധനമാണല്ലോ, ഞാൻ കേട്ടിട്ടില്ല. IT റിലേറ്റഡ് ആണ്, നെറ്റ്വർക്കിംഗ്. ശരി. അപ്പം നാട്ടിൽ എന്ത് പഠിച്ചിട്ടാണ് വന്നേ? ഞാൻ നാട്ടിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. പിന്നെ വർക്ക് ചെയ്യായിരുന്നു ഒരു 7 years. അത് കഴിഞ്ഞിട്ട് 7 years വർക്ക് ചെയ്തു. അതെ, ശരി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പഠിക്കാൻ വന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞ് ഇവിടെ തന്നെ തുടരാനാണോ പരിപാടി? അതെ, എൻ്റെ ഫാമിലി ഇവിടെ ഉണ്ട്. സോ ഞാൻ ഇവിടെ തന്നെ സെറ്റിൽ ആവാൻ. ഫാമിലി ഇവിടെ തന്നെ ഉണ്ട്? എൻ്റെ സിസ്റ്ററും ബ്രദറും. അത് ശരി. സോ ഞാൻ ഇവിടെ തന്നെ സെറ്റിൽ ആവാനാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവരോടെയാണോ താമസിക്കുന്നതൊക്കെ? അല്ല, അവർ വേറെ ലൊക്കേഷനാണ്. ഞാൻ ഇവിടെ ആയതുകൊണ്ട് ഡിസ്റ്റൻസ് ഉണ്ട്. എങ്ങനെയുണ്ട് കാനഡ? ഇഷ്ടപ്പെട്ടോ? നല്ല പ്ലേസ് ആണ്, നല്ല പ്ലേസ് ആണ്. സ്റ്റേ ചെയ്യാനും സെറ്റിൽ ആവാനും നല്ല പ്ലേസ് ആണ്. ആദ്യം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവിടെ റിലേറ്റീവ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ അങ്ങനെ സ്ട്രഗിൾ പലരും പറയുമല്ലോ ആദ്യം കുറച്ച് കാലം സ്ട്രഗിൾ ചെയ്തു എന്നൊക്കെ. അങ്ങനെ റിലേറ്റീവ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സ്ട്രഗിൾ ഉണ്ട്, ഒരു ഇനീഷ്യൽ സ്ട്രഗിൾ ഉണ്ട്. ബിക്കോസ് അത് പുതിയ കൺട്രിയിലേക്ക് വരുമ്പോൾ എന്തായാലും സ്ട്രഗിൾസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ കൾച്ചർ ഡിഫറൻസ്, പിന്നെ എവറിത്തിങ് എല്ലാത്തിനും സ്ട്രഗിൾ ഉണ്ട്. പക്ഷെ അതൊരു ഫ്യൂ മന്ത്സിൽ നമുക്ക് പിക്കപ്പ് ചെയ്ത് വരുന്ന കാര്യമേ ഉള്ളൂ. പാർട്ട് ടൈം ഒക്കെ നോക്കിയിരുന്നോ? പാർട്ട് ടൈം ഞാൻ നോക്കിയിരുന്നു. പക്ഷേ എനിക്ക് ഈ കോഴ്സ് കുറച്ച് ടഫ് ആയതുകൊണ്ട് എനിക്ക് പഠിക്കാനുള്ള ടൈമിങ് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇപ്പം നോക്കിയിട്ടില്ല. ഫ്യൂച്ചറിൽ നോക്കണം എന്നുണ്ട്, ഇപ്പം ഞാൻ ചെയ്യുന്നില്ല. ശരി. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, എല്ലാം ഭംഗിയായിട്ടൊക്കെ വരട്ടെ കേട്ടോ. അപ്പോൾ ഫെയർ ഫ്യൂച്ചർ വന്ന ഒരാളവിടെ കണ്ടു, ഹാപ്പിയാണ്, വളരെ ഹാപ്പി ആയിട്ടുള്ള ആളാണ്. ഞാൻ കണ്ടതിൽ എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. ആദ്യം എല്ലാവരും തുടക്കത്തിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണെന്ന് പറഞ്ഞാൽ പോലും പിന്നെ എല്ലാവരും സ്വന്തമായിട്ടൊരു ജീവിതം കെട്ടിപ്പടുക്കുന്ന തിരക്കിലാണ്. ഹോം സിക്നസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഒന്ന് റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും. അതെ, അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ. ശരി.